ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഗാന്ധി ദിനത്തിൽ ഫാൻസി ഡ്രസ്സിന് എനിക്ക് 1ാം സമ്മാനം കിട്ടിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, കാണാൻ മറക്കരുതേ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ. ഗാന്ധിജി ജനിച്ചത് എന്ന്? 1869 ഒക്ടോബർ 2. ഗാന്ധിജി ജനിച്ചത് എവിടെ? ഗുജറാത്തിലെ പോർബന്തറിൽ. ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാം? പുത്ലിഭായ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മുഴുവൻ പേര്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. കുട്ടിക്കാലത്ത് എന്ത് ഓമനപ്പേരിലാണ് ഗാന്ധിജി അറിയപ്പെട്ടിരുന്നത്? മനു മോനിയ. ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര്? കസ്തൂർബ. ഗാന്ധിജിയുടെ ആത്മകഥ? എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. ഗാന്ധിജി ആത്മകഥ എഴുതിയത് ഏത് ഭാഷയിൽ? ഗുജറാത്തി. ഗാന്ധിജിയുടെ ആത്മകഥ പരമ്പരയായി ആദ്യം പ്രസിദ്ധീകരിച്ച വാരിക ഏത്? നവജീവൻ. ഗാന്ധിജി കൊല്ലപ്പെട്ടത് എന്ന്? 1948 ജനുവരി 30. ഗാന്ധിജിയെ വധിച്ച ഭീകരൻ? നാഥുറാം വിനായക് ഗോഡ്സെ. ഗാന്ധിജിയെ വധിച്ചത് എവിടെ വച്ച്? ഡൽഹിയിലെ ബിർള ഹൗസ്. ഗാന്ധിജിയുടെ മരണദിവസം എന്തായി ആചരിക്കുന്നു? രക്തസാക്ഷി ദിനം. ഐക്യരാഷ്ട്രസഭ ലോക അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഒക്ടോബർ 2. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജി തന്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ചത് ഏതു സ്ഥലത്തെ? ദക്ഷിണാഫ്രിക്ക. വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും ഇറക്കിവിട്ടത് എവിടെ വച്ച്? പീറ്റർ മാരിസ്ബർഗ്. ഗാന്ധിജിയെ അർത്ഥനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര്? വിൻസ്റ്റൺ ചർച്ചിൽ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? കെ കേളപ്പൻ. ഗാന്ധിജിയെക്കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയത് ആര്? വള്ളത്തോൾ. ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച പുസ്തകമാണല്ലോ അൺടു ദിസ് ലാസ്റ്റ്. ഈ പുസ്തകം എഴുതിയത് ആര്? ജോൺ റസ്കിൻ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? സി രാജഗോപാലാചാരി. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിനമായി ആചരിക്കുന്നത് എന്തുകൊണ്ട്? 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലെത്തിയത്. സബർമതി ആശ്രമം എവിടെ സ്ഥിതി ചെയ്യുന്നു? അഹമ്മദാബാദ്. ഗാന്ധിജി അവതരിപ്പിച്ച അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി ഏത്? വാർത്താ പദ്ധതി. ഗാന്ധിജിയുടെ 100ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് 1969 ഒക്ടോബർ 2 സ്ഥാപിതമായ വിദ്യാർത്ഥി പ്രസ്ഥാനം ഏത്? നാഷണൽ സർവീസ് സ്കീം NSS. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി ആര്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ഇഷ്ട പ്രാർത്ഥനാഗീതമായ വൈഷ്ണവ ജനതോ എഴുതിയതാര്? നരസിംഹ മേത്ത. ഗാന്ധിജിയെക്കുറിച്ച് ഞാൻ മഹാത്മയെ പിന്തുടരുന്നു എന്ന പുസ്തകം എഴുതിയതാര്? KM മുൻഷി. സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതാരെ? യേശുക്രിസ്തുവിനെ. ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതാര്? മഹാദേവ് ദേശായി. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? മാർട്ടിൻ ലൂഥർ കിങ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ.
ഗാന്ധിജി ഹരിജൻ ദിനപത്രം ആരംഭിച്ചത് ഏത് ഭാഷയിൽ? ഇംഗ്ലീഷ്. മേക്കിംഗ് ഓഫ് മഹാത്മ എന്ന സിനിമ സംവിധാനം ചെയ്തതാര്? ശ്യാം ബനഗൽ. ഗാന്ധി സിനിമയുടെ സംവിധായകൻ? റിച്ചാർഡ് ആറ്റൻബറോ. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയായി വേഷമിട്ടതാര്? ബെൻ കിങ്സ്ലി. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ബാബ ആംതെ. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹം എവിടെ? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. ഗാന്ധിജിയുടെ കേരള സന്ദർശന വേളയിൽ തന്റെ ആഭരണങ്ങൾ അദ്ദേഹത്തിന് ഊരി നൽകിയ പെൺകുട്ടി ആരായിരുന്നു? കൗമുദി ടീച്ചർ. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കുവാൻ ഏത് സംഭവമാണ് കാരണമായത്? ചൗരി ചൗര സംഭവം. ഗാന്ധിജി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എന്ന്? 1930 മാർച്ച് 12. ദണ്ഡി മാർച്ചിനൊടുവിൽ ഗാന്ധിജി ഉപ്പ് കുറുക്കി നിയമലംഘനം നടത്തിയത് എന്ന്? 1930 ഏപ്രിൽ 6. ഗാന്ധിജി കൊല്ലപ്പെട്ട 1948 ജനുവരി 30 ഏത് ദിവസമായിരുന്നു? വെള്ളി. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ദർബനിൽ ഫീനിക്സ് സെറ്റിൽമെന്റ് സ്ഥാപിച്ചത് ഏത് വർഷം? 1904. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ ഏക സമ്മേളനം? 1924 ബെൽഗാം സമ്മേളനം. ക്വിറ്റ് ഇന്ത്യ സമരവേളയിൽ ഗാന്ധിജി മുഴക്കിയ മുദ്രാവാക്യം എന്തായിരുന്നു? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. വല്ലഭായ് പട്ടേലിനെ ഗാന്ധിജി സർദാർ എന്ന് അഭിസംബോധന ചെയ്തത് ഏത് സമരത്തെ തുടർന്നായിരുന്നു? ബർദോളി സത്യാഗ്രഹം. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഏത് പുരാണ കഥാപാത്രത്തെക്കുറിച്ചുള്ള നാടകമാണ് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ചത്? രാജാ ഹരിശ്ചന്ദ്ര. ഗാന്ധിജിയുടെ ജന്മസ്ഥലമായ പോർബന്ദർ പഴയ കാലത്ത് എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? സുദാമാപുരി. ഗാന്ധിജി ഡർബനിൽ ആരംഭിച്ച വാരിക? ഇന്ത്യൻ ഒപ്പീനിയൻ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച സ്ഥാപനം എന്ത്? ടോൾസ്റ്റോയ് ഫാം. ഗാന്ധിജി ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജി മരിക്കുന്നതിന് കുറച്ചു സമയം മുൻപ് അദ്ദേഹത്തെ സന്ദർശിച്ച രാഷ്ട്രീയ നേതാവ് ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ മരണത്തെ മറ്റൊരു കുരിശാരോഹണം എന്ന് വിശേഷിപ്പിച്ച എഴുത്തുകാരി ആര്? പേൾ എസ് ബക്ക്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദ കിഡ്സ് എജ്യൂസോണിന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായി കരുതുന്നു. എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സുരക്ഷിതരായിരിക്കുക. നന്ദി, നമസ്കാരം.